ഹായ് ഫ്രണ്ട്സ്, അജൂസ് വ്ലോഗിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കോളിഫ്ലവർ കൊണ്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കിയാലോ? കോളിഫ്ലവർ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമ്മൾ അതിന് ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇതളുകളെല്ലാം നല്ലതായിട്ട് അടർത്തിയെടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകുക. അതിനുശേഷം ഉപ്പും മഞ്ഞളും പൊടി ഇട്ടിരിക്കുന്ന വെള്ളത്തിൽ, ചെറിയൊരു ചൂട് വെള്ളത്തിൽ കുറച്ച് 15-20 മിനിറ്റ് നമ്മളതിനെ മുക്കി വെക്കുക. അതിൻ്റെ അകത്തെ കുഞ്ഞു കീടങ്ങളെല്ലാം നശിച്ചു പോകാൻ വേണ്ടിയാണ്. 10-15 മിനിറ്റിന് ശേഷം അത് ഓരോന്നായി എടുത്ത് വീണ്ടും ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 2 സവോള അരിഞ്ഞത്, 4 പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കോളിഫ്ലവറിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത്രയും നമ്മൾ കുറച്ച് നേരം ഒന്ന് പുരട്ടി വെക്കുക. അതൊരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊരു എണ്ണയിലേക്ക് ഇതിട്ട് നമുക്കിതിനെ വറുത്തെടുക്കാം. അത് നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും ആവരുത്, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതിനകത്ത് ഉപ്പും എല്ലാം ഒന്ന് പിടിച്ച് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങൾക്ക് അത് ഉണ്ടാക്കി എടുത്ത് കഴിയുമ്പം ചിലപ്പോൾ ഇങ്ങനെ അത് പൊടിഞ്ഞു പോകും. അതായത് കുറച്ചുകൂടെ നമ്മൾ ചിക്കനൊക്കെ വറുത്തിട്ട് നമ്മൾ കറി വെക്കില്ലേ, ആ ഒരു രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കുവാണേ. അങ്ങനെ നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ചു. എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി പെറുക്കിയിടുന്നു. അത് ഡീപ്പ് ഫ്രൈ ആയി പോകല്ല, നന്നായിട്ട് അത് ഞാൻ ആ ഫുൾ എമൗണ്ട് അതിനകത്ത് തന്നെ ഇട്ടു. കാരണം അതൊന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും അതൊന്ന് ചൊങ്ങും. അപ്പോൾ അതിൻ്റെ ആ ഇത് കുറഞ്ഞു വരും, അളവ് കുറഞ്ഞു വരും. അപ്പോൾ അതിനകത്ത് ഒരു ട്രിപ്പിൽ വറുത്തെടുക്കാനുള്ളതേ ഉള്ളൂ. അങ്ങനെ അത് നല്ലതായിട്ട് ഇളക്കി വറുത്തെടുക്കുക. ഈ ഒരു പരുവത്തിൽ അയക്കണ്ടാവും. നന്നായിട്ട് അതിൻ്റെ ആ എമൗണ്ട് കുറഞ്ഞ കണ്ടോ, അത് വറുത്ത് വന്നപ്പോഴത്തേനും അത് ചുങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും നമ്മളതിനെ കോരി മാറ്റി വെക്കണം. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ, നല്ല കറിയാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇങ്ങനെ വറുത്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഒരു പരീക്ഷണം എന്ന രീതിയിൽ ഉണ്ടാക്കിയതാണ്. പക്ഷേ നല്ല കറിയാണ്. അങ്ങനെ അത് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നതും പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റുവാണ്. സവോള ഒന്ന് ചെറുതായി വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കിന് അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് ഇട്ടു. പിന്നീട് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റുക. എണ്ണ ആവശ്യമായിട്ട് ഇനി വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണേ. വേറെ എണ്ണ ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല, അതിൽ തന്നെയാണ് ഇട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മുളകിൻ്റെയും എല്ലാ ഒരു ഫ്ലേവറും എല്ലാം കൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ വറുത്ത് കോരിയതിൻ്റെ ബാക്കി ആ എണ്ണയും കൂടെ ആകുമ്പം അതും കൂടെ അതിനകത്ത് ആ ഒരു അരപ്പിലോട്ട് വരുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റണേ. അന്നേരം നമുക്കത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഒത്തിരി അങ്ങ് വാടി അങ്ങനെ ഇതായി പോകണ്ട. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വേണ്ടിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ചേർത്തിട്ട് കൊടുക്കുന്നത്. പിന്നീട് ഞാൻ അതിൻ്റെ അകത്ത് മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് പെരുംജീരകത്തിൻ്റെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ടു. ഇത്രയാണ് ഞാൻ ഈ അരപ്പിന് വേണ്ടി ഇട്ടിരിക്കുന്ന പൊടികൾ. ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഏകദേശം ഒരു ചിക്കൻ കറിയുടെ ഇറച്ചിക്കറിയുടെ ഒക്കെ ആ ചേരുവകൾ എല്ലാം ആയല്ലോ. അങ്ങനെ നമ്മളൊരു ട്രയലാണ്, ചെയ്ത് നോക്കാം. പിള്ളേർക്കൊരു ഇഷ്ടം പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി നോക്കുന്നതാണ്. എന്തായാലും സംഗതി പൊളിയാണ്, അടിപൊളിയാണ്. അങ്ങനെ പൊടികളുടെ പച്ചപ്പ് മാറുന്നതോടും വരെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കണേ. ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും തീയൊക്കെ ലോ ഫ്ലെയിമിലിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റുക. അപ്പോൾ നന്നായിട്ട് നമുക്കത് വഴന്ന് കിട്ടും. ആ ഒരു പച്ചമണം എല്ലാം മാറിക്കിട്ടും. നന്നായിട്ട് പൊടികളെല്ലാം വഴന്ന് കിട്ടുവേ. ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, സവോള വഴറ്റിയ സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പൊടികളും ഇത് അരപ്പെല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിനകത്തോട്ട് ആഡ് ചെയ്യുക, ഇട്ട് കൊടുക്കുക. അതിനെ നല്ലതായിട്ട് ഇതിനകത്ത് വെച്ച് നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക. അരപ്പെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക, ഇളക്കി ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അരപ്പെല്ലാം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തതിന് ശേഷം
നമ്മളതിലേക്ക് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചൂടുവെള്ളമാണ് ഞാൻ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം നമുക്ക് ഈ കോളിഫ്ലവർ ഇനി വെന്ത് കിട്ടാനുണ്ട്. അതിനുവേണ്ടി ആ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒത്തിരി അങ്ങ് ഒഴിക്കണ്ട, ഏകദേശം 1 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ട് അതിനെ നമുക്കിനി നന്നായിട്ട് ഇളക്കി ഉപ്പിനി വേണമെന്ന് അതിൽ ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒന്ന് തൊട്ട് നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നല്ലതായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് മൂടി വെച്ചൊന്ന് ഒരു 10 മിനിറ്റോളം വേവിക്കാം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചൊരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പം കുറച്ചുകൂടെ വേകാനുണ്ടായിരുന്നു. ഞാൻ ഒന്നും കൂടെ കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചു. അതിനുശേഷം അതിന് തുറന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ അകത്ത് ഇടുന്നത് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയാണ്. പെരിഞ്ജീരകം പൊടിച്ച് വെച്ചതും കുറച്ച് കറിവേപ്പിലയും ഇട്ട്, പിന്നെ നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം. കുറച്ചുകൂടെ വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ അളവിൽ മതി. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വേറെ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് വലിയതായിട്ടൊന്നും ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി അങ്ങനെ വെച്ചിട്ട് അടുപ്പ് വെച്ചൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് അടച്ച് വെക്കണേ. അപ്പോൾ അതിൻ്റെ അകത്ത് ആ പെരിഞ്ജീരകത്തിൻ്റെ പൊടിച്ചതിൻ്റെയും എല്ലാത്തിൻ്റെയും മണവും എല്ലാം കൂടെ വന്നൊരു അടിപൊളിയായിട്ട് അതിപ്പോൾ കുക്കായി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കോളിഫ്ലവർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അത് കുറച്ചുകൂടെ ചാറ് നീട്ടിയെടുക്കേണ്ടവർക്ക് നീട്ടിയെടുക്കാം. ഇതിപ്പോൾ ഒരു ചപ്പാത്തിയുടെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാണ്ട് ഒരു സൂപ്പർ കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.